CPIM-ൽ തന്നെ തുടരും എന്നാവർത്തിച്ച് ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ. പാർട്ടിയിൽ നിന്ന് ഭീഷണിയില്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശി ഇപ്പോഴും തനിക്കെതിരെ പ്രവർത്തിക്കുകയാണെന്നും എസ് രാജേന്ദ്രൻ ആരോപിച്ചു. EP ജയരാജനും ജാവ്ദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിയില്ലെന്നും എസ് രാജേന്ദ്രൻ 24-നോട് പ്രതികരിച്ചു. ഈ പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയ സമയത്ത് അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അദ്ദേഹം BJP-യിലേക്ക് വല്ലതും ക്ഷണിച്ചിരുന്നു? അത് സ്വയമായിട്ടും ക്ഷണിക്കുമല്ലോ, ആരാണേലും ക്ഷണിക്കും. നിലവിൽ അത്തരം ചർച്ചകളോ കാര്യങ്ങളോ ഇല്ല BJP-യിലേക്ക് പോകുന്നതിനെ പറ്റി ആലോചനകൾ? ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നിലപാടുകളിലൊന്നും മാറ്റം വന്നിട്ടില്ലെന്ന്. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി അല്ലെങ്കിൽ അവരുമായി അടുപ്പമുള്ള കാര്യം താങ്കൾക്കറിയാം? ഇതിലെല്ലാം ഞാൻ മറുപടി പറയാൻ എന്താ പറയുക? അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അറിയാമായിരുന്നു? എങ്ങനെ അറിയാമെന്ന് ഈ പറയണേ? ഒരു യാദൃശ്യമായി ഇപ്പം നിങ്ങളെല്ലാം രാവിലെ വന്നത് ഞാൻ വല്ല അറിഞ്ഞിട്ടാണോ? യാദൃശ്യമായി നടക്കുന്ന കാര്യങ്ങൾ ഇത് എന്നെ നേരത്തെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്?